ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എനേബിളിംഗ് ടെക്നോളജി. ബേസിക്കലി ക്ലയൻറ്റ് ആൻഡ് സെർവറിൻ്റെ ഫ്യൂച്ചർ ടെക്നോളജീസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുവാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. സോ ഇതെന്തൊക്കെയാണ് ഈ പുതിയ ടെക്നോളജീസ് എന്ന് പറയുന്നത്? അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് മോണിറ്റേഴ്സ് അല്ലെങ്കിൽ TP മോണിറ്റേഴ്സ് നമ്മൾ പറയും. സോ TP മോണിറ്റേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ട്രാൻസാക്ഷൻസിനെ വ്യൂ ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ സിസ്റ്റം തന്നെയാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് മോണിറ്റർ. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ട്രാൻസാക്ഷൻ സെർവേഴ്സാണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ സെർവർ ചെയ്യുന്ന ഫങ്ഷൻസ് തന്നെ ഒരു TP മോണിറ്ററിന് ചെയ്യാനായിട്ട് സാധിക്കും. ഡേറ്റാബേസ്, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല, മോഡൽസിനെ ഇപ്പോൾ റിലേഷണൽ ഡേറ്റാബേസ് മോഡൽസ് അതുപോലെ റിമെയിൻ ചെയ്താൽ പോലും അതിൻ്റെ പെർഫോമൻസിനെയും അതിന് പുതിയ പുതിയ ഫീച്ചേഴ്സും, അല്ലാതെ ജസ്റ്റ് റിട്രീവൽ മാത്രമല്ല, പുതിയ ഫീച്ചേഴ്സ് ഡേറ്റാബേസിൽ നമുക്ക് വരുന്നത് അതൊരു എനേബിളിംഗ് ടെക്നോളജിയാണ്. അതായത് ക്ലയൻറ്റ് സെർവർ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പം ഡേറ്റാബേസ് ഡേറ്റേനെ റിട്രീവ് ചെയ്യുക അല്ലാണ്ട് ഇപ്പോൾ പല ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ഡേറ്റ അല്ലാണ്ട് എനിക്കിപ്പോൾ ഒബ്ജക്ട്സിനെ റിട്രീവ് ചെയ്യാൻ പറ്റും ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ട്. അപ്പം അതെന്നൊക്കെ പറയുന്നത് ഒരു എനേബിളിംഗ് ടെക്നോളജിയാണ്, അതൊരു ഇൻക്രീസാണ്, ഒരു ബെറ്റർമെൻ്റ് ആണ്. അടുത്തത് മിഡിൽ വെയർ ആണ്. മിഡിൽ വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവത്തിനെയാണ് മിഡിൽ വെയർ എന്ന് നമ്മൾ പറയുന്നത്. മിഡിൽ വെയർ വളരെ പവർഫുൾ ആണ്, അത് നെസസറി ആണെങ്കിൽ പോലും മിഡിൽ വെയറിൻ്റെ ഫീച്ചേഴ്സ്, ഇപ്പം അത് RPC ബേസ്ഡ് ആയിക്കോട്ടെ, മെസ്സേജ് ബേസ്ഡ് ആയിക്കോട്ടെ, അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഇൻ്റർഫേസസും കാര്യങ്ങളൊക്കെ നമ്മൾ ബെറ്റർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കൺസ്യൂമർ കോമ്പറ്റിറ്റീവ് ആയിട്ട് നമുക്കതിനെ സെല് ചെയ്യാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ മേക്ക് മച്ച് ഡിഫറൻസ്. അപ്പം ഇതൊക്കെയെന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ്പേർട്ട് സിസ്റ്റം ആണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുമ്പോഴത്തേനും പഠിച്ചിരുന്നു അല്ലേ? എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഹ്യൂമൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അതുപോലെ തന്നെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എക്സ്പേർട്ട് സിസ്റ്റം കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ഇതിലൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ എക്സ്പെർട്ടൈസ് റിക്വയർ ചെയ്തൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി ഒരു ഹ്യൂമൻ എക്സ്പേർട്ട് എടുക്കുന്ന ഡിസിഷൻ പോലെ തന്നെ ഒരു എക്സ്പേർട്ട് സിസ്റ്റം എടുക്കും. ഇവിടെ നമുക്ക് എക്സ്പേർട്ട് സിസ്റ്റത്തിനകത്ത് രണ്ട് മെയിൻ എലമെൻറ്റ്സ് ആണുള്ളത്. ഇൻഫറൻസ് എഞ്ചിനും നോളജ് ബേസും. ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. നമുക്ക് നോളജ് ബേസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന കണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇൻഫറൻസ് എഞ്ചിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോളജ് ബേസ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നോളജ് ബേസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇപ്പോൾ ബുക്സോ മാഗസീൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും നോളജബിൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഈ ഇൻപുട്ടുകളെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ചായ, ഇപ്പോൾ ഇരിക്കുന്ന ഒരു ചായ, ഓക്കെ, അത് ചൂടാണ്, ഇപ്പം ഭയങ്കര ചൂടാണ്, അത് ഞാൻ കുടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ എൻ്റെ നോളജ് ബേസിനകത്ത് കൊടുക്കും. ഇത്ര ഡിഗ്രിക്ക് മണ്ടയിലാണ് ചായ എന്നുണ്ടെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ നാവ് പൊള്ളിപ്പോവും എന്നുള്ളത് എൻ്റെ നോളജ് ബേസിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇൻഫ്ലുവൻസ് എനിക്ക് എൻ്റെ എക്സ്റ്റേണൽ എൻവയറമെൻറ്റിൽ നിന്നും എനിക്ക് കിട്ടിയ കണ്ടൻറ്റും എനിക്ക് നോളജ് ബേസിൽ നിന്ന് കിട്ടിയ കണ്ടൻറ്റും വെച്ച് ഞാനൊരു കൺക്ലൂഷനിലെത്തുവാണ് ഈ ചായ കുടിക്കരുത്, ഇത് ചൂടാണ് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ എക്സ്പേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ നോളജ് ബേസിൽ നിന്നും നമ്മുടെ എക്സ്റ്റേണലി നമുക്ക് കിട്ടിയതിൽ നിന്നും ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യാൻ ഇൻഫറൻസ് എഞ്ചിനെ കൊണ്ട് സാധിക്കും. ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റ് സെർവർ മോഡൽസിൽ ഇതിനെ നമുക്ക് നല്ല രീതിക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് യൂസർ ഇൻ്റർഫേസ്, ഇപ്പോൾ യൂസർ ഇൻ്റർഫേസിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ചിലപ്പം എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്ട് നമുക്ക് നമ്മളുടെ എക്സ്പേർട്ട് എഞ്ചിനിലോട്ട് കിട്ടിയെന്ന് വിചാരിക്കും. ഈ ഒരു എക്സ്പേർട്ട് എഞ്ചിൻ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡേറ്റാബേസിൽ നിന്നുമുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് സെർവറിൻ്റെ കേസിൽ അത് എടുക്കുന്നത് പോസിബിളാണ്. ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിനകത്ത് ഇൻഫറൻസ് എഞ്ചിൻ ഉണ്ട്, CPU ഇൻറ്റൻസീവ് പ്രോസസ്സ് ഉണ്ട്, ആൻഡ് RAM അവൈലബിൾ ആണ്, മെമ്മറി അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ്? റൂൾസിനെ സ്റ്റോർ ചെയ്യാനും അതിനെ എൻഫോഴ്സ് ചെയ്യാനും ഒക്കെ. അപ്പം ഒരു ക്ലയൻറ്റ് സെർവർ മോഡലിൽ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ആക്സസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഉള്ളപ്പോഴത്തേനും നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ ബെറ്ററായിട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. അടുത്തത് വരുന്നത് ഇമേജിംഗ് ആണ്. ഇമേജിംഗ് എന്ന് പറയുന്നതിന് ഒരൊറ്റ മീനിങ്ങേ ഉള്ളൂ, നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുക. അപ്പം അതിൻ്റെ ചില ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പം സ്കാനിങ് ഡോക്യുമെൻറ്റ്സ് ഫോർ സ്റ്റോറേജ് ആൻഡ് ഫിക്സിങ്, അതാണ് ഇമേജിംഗ്. സ്ട്രക്ചർ ഡോക്യുമെൻറ്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഹൈപ്പർ ടെക്സ്റ്റ്, ആക്റ്റീവ് ഓർ കോമ്പൗണ്ട്. അപ്പം ഈ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സിനെയൊക്കെ നമുക്കിപ്പോൾ കണ്ട പല ഏരിയാസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സിനെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുവാണ്. ഏതെങ്കിലും ഇപ്പം ഈ ഒരു
സെർവറിൽ ഞാൻ ഇവിടുന്ന് സ്കാൻ ചെയ്ത് കിട്ടുന്നതിന് ഞാൻ സ്റ്റോർ ചെയ്തു. ഓക്കെ, സ്കാനർ എന്തുകൊണ്ടാണ് നമുക്കിത് പേപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെ ഞാനിവിടെ എൻ്റെ സെർവറിൽ സ്റ്റോർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ യൂസർ വർക്ക് സ്റ്റേഷൻസിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സെർവറിൽ നിന്ന് എനിക്ക് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ. അതാണ് ഒരു ഇമേജിംഗ് സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇമേജിംഗ് സിസ്റ്റത്തിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റേനെ മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഡെക്സസോ റെഫറൻസസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് എന്താണ് റിട്രീവ് വേണ്ടതെന്നുള്ളത് റിട്രീവ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. സോ നമ്മൾ കയ്യിൽ പേപ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് തപ്പി എടുക്കേണ്ടി വരും. എന്നാൽ ഇവിടെ ആ ഒരു കൺസേൺ വരുന്നില്ല. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് POS അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സർവീസ് എന്നാണ്. ഇത് അഗൈൻ ക്ലയൻറ്റ് സെർവർ ടെക്നോളജിയുടെ ഒരു ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് POS എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഒരു POSന് നമുക്ക് സൂപ്പർ മാർക്കറ്റ്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, സ്റ്റോഴ്സ് ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇപ്പം ഞാനൊരു സാധനം മേടിച്ചു, പിന്നെ ഞാൻ ബാർകോഡ് സ്കാൻ ചെയ്യുവാണ്. ഓക്കെ, സൂപ്പർ മാർക്കറ്റിൽ ഞാൻ എൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്തു. അപ്പം സ്കാൻ ചെയ്യുമ്പോഴത്തേനും ഇവിടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഇത് പർച്ചേസ്ഡ് ആവാണ് ഈ ഒരു പ്രൊഡക്റ്റ്. എൻ്റെ ഇൻവെൻട്രിയിൽ ഇപ്പോൾ ഇത് എൻ്റെ ഒരു ജ്യൂസ് ബോട്ടിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ജ്യൂസ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചിപ്സ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻവെൻട്രിയിൽ -1 പോവും. അതായത് ഈ ഒരു ചിപ്സ് സോൾഡ് ഔട്ടായി എന്നുള്ളത്. എനിക്കെൻ്റെ ഫൈനാൻസസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കയറ്റാൻ പറ്റും. ഇതാണ് എൻ്റെ ഇൻകം, ഇതാണ് എൻ്റെ എക്സ്പെൻസ് എന്നുള്ളതും പറഞ്ഞുകൊണ്ട് എനിക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, ഞാൻ ഈ ഒരു ബാർകോഡ് ഇവിടെ സ്കാൻ ചെയ്യും അറ്റ് എ ടൈമിൽ 3 പ്രോസസ്സസ് പാരലലി നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് POS കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു പോയിന്റ് അവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ചെയിനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ഇതൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് മോണിറ്ററിങ്ങോ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നാൽ അതിനെ ട്രിഗർ ചെയ്യാനും ഒക്കെ നമ്മൾക്കത് ഓട്ടോമേറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ഒരു എഫേർട്ടോടെ വരുന്നില്ല. സോ ഇവിടെ സ്കാനിങ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നമ്മളുടെ ഗുഡ്സിൻ്റെ ഇപ്പം ഗുഡ്സ് എങ്ങനെയൊക്കെയാണ് പോകുന്നത് അതിൻ്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അതാണ് പോയിന്റ് ഓഫ് സർവീസിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഫ്യൂച്ചർ ഓഫ് ക്ലയൻറ്റ് സെർവർ ടെക്നോളജിയുടെ കീഴിൽ, എനേബിളിംഗ് ടെക്നോളജീസിൻ്റെ കീഴിൽ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫോർമേഷണൽ സിസ്റ്റം. ട്രാൻസ്ഫോർമേഷണൽ സിസ്റ്റത്തിന് 4 സെക്ഷൻസ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെയിലാണ്. ഇലക്ട്രോണിക് മെയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ കോർപ്പറേറ്റ് വേൾഡിൽ ഒരുപാട് കോർപ്പറേറ്റ് വേൾഡ് എന്നല്ല, നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഇലക്ട്രോണിക് മെയിൽ, ഇമെയിൽ എന്ന് പറയും. അപ്പം ഇമെയിൽ എന്ന് പറയുന്നത് ട്രഡീഷണലി വരുമ്പം അത് വളരെ ലിമിറ്റഡും ഇൻഫ്ലെക്സിബിളുമാണ്. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് വി ആർ ഏബിൾ ടു അറ്റാച്ച് ഡോക്യുമെൻറ്റ്, സൗണ്ട്സ്, ഇമേജസ്, ബാക്കിയുള്ള മൾട്ടിമീഡിയാസ് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രോണിക് മെയിൽ യൂഷ്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു ഒരു ഇമെയിൽ ഫെസിലിറ്റി നമ്മൾ ഓപ്പൺ ചെയ്യണം, നമ്മളൊരു മെസ്സേജ് എഴുതണം, ആ ഒരു മെസ്സേജിനെ നമ്മൾ സെൻഡ് ചെയ്യണം. അങ്ങനെയായിരുന്നല്ലോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു മെസ്സേജുകളെ സെൻഡ് ചെയ്യാനായിട്ടും ആ ഒരു മെസ്സേജസ് റിസീവ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് മെയിൽ ബോക്സസ് ഉണ്ട്. സോ ഒരു സിംഗിൾ സിസ്റ്റം ഇലക്ട്രോണിക് മെയിൽ ഫെസിലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പല വർക്ക് സ്റ്റേഷൻസിൽ നിന്നും വരുന്ന മെയിൽസിനെ നമുക്കിവിടെ ഒരു സെർവറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് എ മെയിൽ ബോക്സ്. യൂഷ്വലി ഓരോ യൂസറിന് ഓരോ മെയിൽ ബോക്സസ് ആണ് ഉണ്ടായിരിക്കുക. എന്നാൽ ഇപ്പം നെറ്റ്വർക്ക് ഓഫ് മെയിൽ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇപ്പം ഇവിടെ എനിക്കൊരു മെയിൽ സെർവർ ഉണ്ട്, ഇവിടെ എനിക്കൊരു മെയിൽ സെർവർ ഉണ്ട്, ഇവിടെ എനിക്കൊരു മെയിൽ സെർവർ ഉണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലയൻറ്റ് സെർവർ ആൻഡ് യൂസർ സെക്യൂരിറ്റി ആണ്. സോ നമുക്കറിയാം ക്ലയൻറ്റ് സെർവർ വളരെ പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വൾണറബിൾ ആയിരിക്കും സെക്യൂരിറ്റി ബ്രീച്ചസിനായിട്ട്. ഇപ്പം ഡാമേജോ ഫ്രോഡോ മിസ്യൂസോ ഒക്കെ നമുക്ക് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾക്ക് ഏറ്റവും ഫ്രണ്ട് എൻഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് ഡെസ്ക്ടോപ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് ലീസ്റ്റ് സെക്യൂർ ആണ്. ഇവരെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം ബൈ ചാൻസ് നമ്മുടെ മെഷീൻ ഇപ്പോൾ ആരുടെയും കയ്യിൽ വന്നു എന്നുണ്ടെങ്കിൽ ആൻഡ് അവർ ഫയൽസിന് ഓണർ അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു സെൻസിറ്റീവ് ഡേറ്റ ലീക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാനായിട്ടോ സാധിക്കും. ആൻഡ് ഇഫ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഡേറ്റ ലീക്കായി എന്നുണ്ടെങ്കിൽ അത് ഒരു കറപ്റ്റഡ് ഡേറ്റ അപ്പുറത്തെ എൻഡിൽ എത്താനായിട്ട് സാധിക്കും. സോ ഇങ്ങനത്തെ ബ്രീച്ചസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് 2 ക്ലയൻറ്റ് സെർവർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ക്ലയൻറ്റ് സെക്യൂരിറ്റിക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന 2 മെത്തേഡ്സാണ് യൂസർ ഐഡൻറ്റിഫിക്കേഷനും ഒത്തൻറ്റിക്കേഷനും. സോ നമ്മൾക്ക് അതിൽ ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലോഗിൻ ആണ്, അതായത് ലോഗിൻ ID ആൻഡ് പാസ്വേഡ്സ്. പക്ഷേ ഈ പാസ്വേഡ് ഇപ്പം
ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പാസ്വേഡ്സ് കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ. അത് പാസ്വേഡ്സ് കോംപ്രമൈസ് ചെയ്യുന്നത് അതുപോലെ ഈസി പാസ്വേഡ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗെസ്സബിൾ ആയിട്ടുള്ള പാസ്വേഡ്സ് കൊടുത്തിട്ടുമാണ്. അപ്പം ആ പാസ്വേഡ്സിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് പാസ് ഫ്രേസസ് പോലത്തെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി മച്ച് ലെസ് ഫോർ അനദർ പേഴ്സൺ ടു ട്രൈ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം അത് ക്ലയൻറ്റ് റിലേറ്റഡ് സെക്യൂരിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. സെർവർ റിലേറ്റഡ് സെക്യൂരിറ്റി നമുക്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓത്തറൈസേഷൻ വഴി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഗേറ്റ് വേസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ API ഗേറ്റ് വേ ഒക്കെ പറഞ്ഞപ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു ഒത്തൻറ്റിക്കേഷൻ വരുന്നുണ്ട്. ആ ഒരു ഒത്തൻറ്റിക്കേഷൻ ക്ലിയർ ചെയ്താൽ മാത്രമേ ഗേറ്റ് വേയിലൂടെ നമുക്ക് നെറ്റ്വർക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഗേറ്റ് വേ, ഇവിടെ എനിക്കൊരു സർവീസ് 1, ഇതൊരു സർവീസ് 2, ഇതിങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒത്തൻറ്റിക്കേഷൻ ക്ലിയർ ചെയ്യണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഡേറ്റ പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ആൻഡ് ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് മാക്സിമം ഫങ്ഷനാലിറ്റിയും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു എമർജൻസി റെസ്പോൺസ് വെഹിക്കിളിൻ്റെ ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. സോ അതിനെ നമ്മളിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴത്തേനും എങ്ങനെയാണ് നമ്മളിതിനെ ക്വിക്കായിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഒരു മാപ്പ് യൂസ് ചെയ്തിട്ട് ലൊക്കേഷൻസ്, ഇൻസിഡൻറ്റിൻ്റെ ലൊക്കേഷൻസും അതിൻ്റെ റെസ്പോൺസും എല്ലാം കാണിക്കുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്.